നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കേട്ടതാണ് മുത്തൂറ്റ് ജീവനക്കാരുടെ ഇൻസെന്റീവ് തട്ടിയെടുത്ത സംഭവം. ഈ സംഭവത്തിൽ മുൻ സിഇഒ, CGM എന്നിവർക്കായുള്ള തിരച്ചിൽ പോലീസ് കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട്. 12 കോടി രൂപയാണ് മുൻ സിഇഒ രഞ്ജിത്ത് രാമചന്ദ്രൻ, മുൻ CGM തോമസ് പി രാജൻ എന്നിവർ ചേർന്ന് തട്ടിയെടുത്തത്. തട്ടിപ്പ് 100 കോടി പിന്നിടാനുള്ള സാധ്യത പോലീസ് പറയുന്നുണ്ട്. സഹിൻ ആന്റണിയുടെ വിവരങ്ങളുമായിട്ട്. സഹിൻ, തട്ടിപ്പിന്റെ വ്യാപ്തി അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതും. 100 കോടിക്ക് മുകളിൽ പോയേക്കും എന്നാണ് പോലീസ് പറയുന്നത്. ഒരുപക്ഷെ ഇതിലും അപ്പുറമായേക്കാം ആ തട്ടിപ്പിന്റെ ആഴം എന്നുള്ളതും പുറത്തു വരുന്ന വാർത്തകളാണ്. എങ്ങനെയാണ് പോലീസ് നടപടി ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട്? സേതു, അതായത് 2023-24 കണക്കുകൾ പരിശോധിച്ചപ്പോൾ മാത്രമാണ് ഈ 12 കോടി രൂപ തട്ടിയതായി മുത്തൂറ്റിൻ്റെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുന്നത്. മാത്രമല്ല, അവിടുത്തെ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വിഭാഗമാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് കണ്ടെത്തുന്നത്. അവർ കൃത്യമായ വിവരങ്ങൾ പോലീസിന് കൈമാറുകയായിരുന്നു, ഇത് സംബന്ധിച്ചുള്ള പരാതി കൈമാറുകയായിരുന്നു. ഇതോടുകൂടിയാണ് മുത്തൂറ്റിൻ്റെ മുൻ സിഇഒയും CGM-ഉം പോലീസ് അവർക്കെതിരെ കേസെടുക്കുന്നത്. 12 കോടി രൂപയാണ് ഈ രഞ്ജിത്ത് രാമചന്ദ്രൻ എന്ന് പറയുന്ന മുൻ സിഇഒ ഒപ്പം തന്നെ CGM-ആയ തോമസ് പി തോമസും ചേർന്ന് തട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ടു പേർക്കുമെതിരെയും കൃത്യമായ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ അവർ ഈ ജീവനക്കാർക്കുള്ള ഇൻഷുറൻസിൻ്റെ ആനുകൂല്യങ്ങൾ, അതായത് ഓരോ വർഷവും ജീവനക്കാർക്ക് വലിയ വലിയ ആനുകൂല്യങ്ങൾ ഇൻഷുറൻസ് കമ്പനികൾ നൽകിയിരുന്നു. ആ ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇവർ ജീവനക്കാർക്ക് നൽകിയിരുന്നില്ല. പകരം ഇവർ ഈ ആനുകൂല്യങ്ങൾ മുഴുവൻ തട്ടിയെടുക്കുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഈ രഞ്ജിത്ത് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ പനപ്പള്ളി നഗറിൽ വലിയ രീതിയിൽ ആർഭാടമായിട്ട് ജീവിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം. അതിനുള്ള പണം ഇത്തരത്തിലുള്ള തട്ടിപ്പിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു കണ്ടെത്തൽ. എന്തായാലും പോലീസ് പറയുന്നത് ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ 12 കോടി രൂപയാണെങ്കിൽ ഇദ്ദേഹം 12 വർഷത്തോളം മുത്തൂറ്റിൻ്റെ മുൻ സിഇഒ ആയി പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പായി മാറാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും എറണാകുളം സൗത്ത് പോലീസ് ഈ കേസെടുത്തു. പക്ഷേ പ്രതികൾ നാടുവിട്ടതായാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പ്രതികൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർണാടകയിലേക്ക്, ഹൈദരാബാദിലേക്കുമെല്ലാം ആ പോലീസിന്റെ അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ രഞ്ജിത്ത് രാമചന്ദ്രനെ നിലവിൽ കണ്ടെത്താനുള്ള അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. സേതു. ഓക്കെ സഹിൻ.